ഹലോ, ഇത് നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്നുള്ള ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇഫ് എഫ് ഓഫ് ടി ഹാസ് ദ ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്, ദെൻ ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടി ഹാസ് ദ ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് മൈനസ് എ, വേർ എസ് മൈനസ് എ ഗ്രേറ്റർ ദാൻ കെ. അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. എൽ ഓഫ് ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൂഫ് ചെയ്ത് തുടങ്ങാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഗിവൺ എഫ് ഓഫ് ടി ഹാസ് എ ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, അത് തന്നിരിക്കുന്ന കാര്യമാണ്. ഇനി എൽ ഓഫ് എഫ് ഓഫ് ടി എങ്ങനെയാണ് കാണുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പം ഞാൻ ആദ്യം ഈ എഫ് ഓഫ് എസ് മൈനസ് എയിൽ നിന്ന് തുടങ്ങാൻ പോവാണ്. എഫ് ഓഫ് എസ് മൈനസ് എയിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ആൻസർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. ഞാൻ എഫ് ഓഫ് എസ് മൈനസ് എ കണ്ടുപിടിക്കാൻ പോവുക. അപ്പം എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആയിരുന്നു. അപ്പം എഫ് ഓഫ് എസ് മൈനസ് എ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു, ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ ആണ്, അപ്പോൾ മൈനസ് ഓഫ് എസ് മൈനസ് എ ഡി ടി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു, ഈ നെഗറ്റീവിനെ നമ്മൾ അകത്തോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് എ എന്ന് വരും ഇൻറ്റു ഡി ടി. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് എ, സോറി ഇവിടെ ടി ഉണ്ട്, എല്ലായിടത്തും ടി ഉണ്ട്. ടി എ കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് എസ് ടി പ്ലസ് എ ടി എന്ന് വരും ഡി ടി, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി ഡി ടി നമുക്ക് എഴുതാം. കാരണം ഇത് കിടക്കുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ഫോമുല. അപ്പോൾ അതിനെ നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് എഴുതാം അല്ലേ. എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ അത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. അപ്പോൾ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ ബേസിനെ എസ് ടിക്കും മൈനസ് എസ് ടിക്കും എ ടിക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, അതാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഈ ഇ റേസ് ടു 80 ഞാൻ ആദ്യം എഴുതി. ഇപ്പം എന്താ ലാസ്റ്റ് നമുക്ക് കിട്ടിയത്? എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു 80 ഡി ടി ആണ്. അതിൽ ഇ റേസ് ടു 80 ഞാൻ ഫസ്റ്റ് അങ്ങ് എഴുതുവാണ് ഇൻറ്റു എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. നിങ്ങൾ നോക്കിക്കേ, ഈ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി അതെന്താണ് സംഭവം? ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷനാണ് അല്ലേ. അപ്പം ഞാൻ ഈ ഒരു ബ്രാക്കറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതല്ലേ അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ സാധാരണ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇവിടെ ആ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എന്ത് വന്നിട്ടുണ്ട്? ഇ റേസ് ടു 80 കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടി അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇതായിരുന്നു, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആയിരുന്നു അല്ലേ.
അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി ഇൻറ്റു e⁻⁻ dt. അപ്പോൾ ഇതെന്താണ് ശരിക്കും? ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി അല്ലേ? അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഫസ്റ്റിലേക്ക് ഒന്ന് വന്നേ. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം, എഫ് ഓഫ് ടി ഹാസ് ദ ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ e⁻at ഇൻറ്റു എഫ് ഓഫ് ടിക്ക് എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും ട്രാൻസ്ഫോം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ RHSൽ നിന്ന് തുടങ്ങി LHSലേക്ക് പ്രൂവ് ചെയ്തു. അതായത് എഫ് ഓഫ് എസ് മൈനസ് എ ഫസ്റ്റ് നമ്മൾ എഴുതി, എഫ് ഓഫ് എസ് മൈനസ് എ ബൈ ഡെഫിനിഷൻ കൊടുത്തു, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ കൊടുത്ത് എഴുതി. അത് കഴിഞ്ഞ് ഈ മൈനസ് എസ് പ്ലസ് എ ഇൻറ്റു ടി എ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, രണ്ട് സെപ്പറേറ്റ് ബേസ് ആക്കി കൊടുത്തു. അതിനുശേഷം അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി കിട്ടി. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന കാര്യം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ആ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷിഫ്റ്റിംഗ് തിയറി ഇവിടെ കൊണ്ട് തീർന്നു. ഞാനിനി ഈ കിട്ടിയ റിസൾട്ടിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒന്ന് എടുത്ത് നോക്കുവാണേ. അപ്പോൾ എന്ത് കിട്ടും? L inverse of f of s minus a, inverse Laplace transform എടുത്തു, and which is equal to, ഇവിടെ ഞാൻ L inverse അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ L inverse of L of e⁻at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് വരും. ഇതെന്താ? L inverse of L, that is 1 ആയി പോകും, ഐഡൻറ്റിറ്റി ആയിട്ട് പോകും അല്ലേ. സോ ഇറ്റ് ബിക്കംസ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി. L ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/L എന്നാണ് അർത്ഥം. 1/L ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ L കട്ട് ചെയ്ത് പോകും. ഓക്കെ, സോ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും L ഇൻവേഴ്സ് ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നത് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻവേഴ്സ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷിഫ്റ്റിംഗ് തിയറം അതിന് മുമ്പുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യം പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Okay. Bye.